ഒട്ടേറെ വാദപ്രതിവാദങ്ങളുടെ ശ്രമഫലമായി മാസങ്ങൾ നീണ്ട ഉപരോധത്തിന് ശേഷം ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനായി മാനുഷിക ഇടനാഴി തുറക്കാൻ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സമ്മതിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഫലസ്തീനികൾക്ക് നേരെ നിരവധി സഹായകരങ്ങൾ എത്തുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. സത്യം പറഞ്ഞാൽ നെതന്യാഹുവിന്റെ സമ്മതത്തിന് കാത്തു നിൽക്കുകയായിരുന്നു ലോകം മുഴുവനും എന്നാണ് മനസ്സിലാവുന്നത്. ഇസ്രയേലിന്റെ ആക്രമണം ഇനിയും തുടരുന്ന ഗാസയിലേക്ക് കൂടുതൽ സഹായവുമായി ആദ്യം എത്തുന്നത് ഖത്തറാണ്. ആവശ്യ വസ്തുക്കൾ അടങ്ങിയ 49 ട്രക്കുകൾ ഇന്ന് ഗാസയിലെത്തുമെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതോടെ 1 ലക്ഷത്തിലേറെ പേർക്ക് ഖത്തറിന്റെ സഹായത്തിന്റെ ഗുണഫലം ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഖത്തർ ചാരിറ്റിയുടെയും ഖത്തർ റെഡ് ക്രസന്റിന്റെയും സഹകരണത്തോടു കൂടി ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റ് വഴിയാണ് ഖത്തർ സഹായം എത്തിക്കുന്നത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. 30,000-ഓളം പേർക്ക് ഗുണഫലം ലഭിക്കുന്ന 4,704 ഫുഡ് പാഴ്സലുകൾ, 50,000 പേർക്കുള്ള ഭക്ഷണക്കൂടകൾ, 43,000 ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന 174 ടൺ ധാന്യപ്പൊടികൾ, 5,000 യൂണിറ്റ് ബേബി ഫുഡ് എന്നിവയാണ് ഖത്തറിന്റെ സഹായത്തിലുള്ളത്. ഈജിപ്തിലും ജോർദാനിലുമാണ് സഹായം വഹിച്ചുള്ള ട്രക്കുകൾ നിലവിലുള്ളത്. കെറം ഷാലോ, റഫ അതിർത്തി വഴി ഇവ വൈകാതെ തന്നെ ഗാസയിൽ പ്രവേശിക്കും. അതേസമയം ഗാസ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം UN രക്ഷാസമിതിയിൽ ഇസ്രയേൽ നിലപാടിനെ ഖത്തർ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഫലസ്തീനികൾക്കെതിരെ ഭക്ഷണവും പട്ടിണിയും ജൂതരാഷ്ട്രം യുദ്ധായുധമായി പ്രയോഗിക്കുന്നു എന്നായിരുന്നു ഖത്തറിന്റെ വിമർശനം. വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ അനിവാര്യമാണെന്നും ഖത്തർ സ്ഥിരം പ്രതിനിധി ചൂണ്ടിക്കാട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഗാസയിൽ ഭക്ഷണവും മരുന്നും എത്തിക്കുന്നതിന് ഇളവ് പ്രഖ്യാപിച്ച് ഇസ്രയേൽ സൈന്യം രംഗത്ത് വന്നിട്ടുള്ളത്. പ്രത്യേക പാതയിലൂടെ മരുന്നും ഭക്ഷണവും എത്തിക്കുന്നതിന് പകൽ സമയങ്ങളിൽ ഇളവ് നൽകുമെന്നാണ് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഗാസയിൽ പട്ടിണി മരണം വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്ന് വേണം പറയാൻ. ഭക്ഷണം വാങ്ങാൻ എത്തിയവർക്ക് നേരെയും ആക്രമണം നടത്തി നിരവധി പേരെ കൊലപ്പെടുത്തിയ ഇസ്രയേൽ സൈന്യത്തിന്റെ നടപടി വലിയ വിവാദ ചർച്ചയായിരുന്നു. UN സഹായ സംഘങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതും രാജ്യാന്തര വേദികളിൽ പ്രതിഷേധത്തിന് ഇടയാക്കുകയായിരുന്നു. അതിനിടയിലാണ് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നുള്ള ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും നിലപാട്. ഈ നിലപാട് പുറത്തു വന്നതോടുകൂടി ഇതെല്ലാം കൂടിയായപ്പോൾ നിൽക്കക്കള്ളി ഇല്ലാതാവുകയും ഇസ്രയേൽ തന്റെ നിലപാട് മയപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഭക്ഷണം തേടിയെത്തിയ 42 പേർ ഉൾപ്പെടെ 71 പേർ കൊല്ലപ്പെട്ടിരുന്നു. മാത്രമല്ല 5 പട്ടിണി മരണങ്ങൾ കൂടി ഗാസയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇതിനിടെ ഗാസയിലെ ഫലസ്തീനികൾക്ക് സഹായം എത്തിക്കാൻ വന്ന ഹന്തല ബോട്ട് സംഘത്തെ ഇസ്രയേൽ സൈന്യം പിടികൂടുകയും ബോട്ടിലുണ്ടായിരുന്ന 21 പേരെ തടവിലാക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ഇസ്രയേലിന് വലിയ തിരിച്ചടികളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നെതന്യാഹുവിന്റെ മനം മാറ്റത്തിലൂടെ ഗാസയിലെ ചില പ്രദേശങ്ങളിലേക്കാണ് സഹായ വസ്തുക്കൾ എത്തിക്കുന്നതിന് വേണ്ടി ഇസ്രയേൽ സൈനിക നീക്കം നിർത്തിവെച്ചിരിക്കുന്നത്. അൽ മവാസി, ദേറുൽ ബലാഹ്, ഗാസ സിറ്റി എന്നിവിടങ്ങളിലാണ് ഇളവ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ ഇവിടെ സൈനിക നടപടി ഉണ്ടാകില്ല എന്ന് സൈന്യം എക്സിൽ അറിയിക്കുകയുണ്ടായി. ഇതോടുകൂടി വലിയൊരു ആശ്വാസമാണ് പശ്ചിമേഷ്യയിൽ നിന്നും കേൾക്കാൻ കഴിയുന്നത്. ഇതിന്റെ തുടർച്ചയായി വെടിനിർത്തൽ അവസാനിച്ചു എന്നൊരു വാർത്ത കൂടി എത്രയും വേഗം പുറത്തു വരും എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം.